ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനം അങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 31-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം, ന്യായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. മലയാളം: യജ്ഞശിഷ്ടം ഭുജിക്കുന്ന വിജ്ഞൻ ബ്രഹ്മമണഞ്ഞിടും, യജ്ഞം ചെയ്യാത്തവന്നങ്ങുമിങ്ങും ലോകസുഖം വരാ. യജ്ഞശിഷ്ടാമൃതഭുജഃ, യജ്ഞശിഷ്ടമായിട്ടുള്ള പ്രസാദം അമൃതം ഭുജിക്കുന്നവൻ, സനാതനം ബ്രഹ്മ യാന്തി, സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഹേ കുരുസത്തമ, അയജ്ഞസ്യ അയം ലോകഃ നാസ്തി. ഇങ്ങനെ യജ്ഞം അല്ലയോ അർജുന, കുരുശ്രേഷ്ഠനായ അർജുന എന്നാണ്. അയജ്ഞസ്യ, യജ്ഞം ആചരിക്കാത്തവന്, അതായത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവന്, അയം ലോകഃ നാസ്തി, ഈ ലോകം തന്നെ ഇല്ല. അന്യഃ കുത, പിന്നെ മറ്റുള്ള ലോകം, ഇഹലോകം എന്ന് പറയണത് എങ്ങനെയുണ്ടാവുക? ഈ ലോകം തന്നെ അവർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ പലതരം യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. 12 തരം യജ്ഞങ്ങൾ നമ്മൾ പറഞ്ഞു. ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, ആത്മസംയമയോഗം, പിന്നെ ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായയജ്ഞം, ജ്ഞാനയജ്ഞം, പിന്നെ പറഞ്ഞത് പ്രാണായാമം, ധ്യാനം. ഇതെല്ലാം പലതരം യജ്ഞങ്ങളാണ്. ഈ യജ്ഞങ്ങളുടെക്കെല്ലാം തന്നെ ഒരു സ്വന്തമായിട്ടുള്ളൊരു പരിശ്രമം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും തുടരുകയാണ്. ഈ യജ്ഞങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, സാധാരണ യജ്ഞം നടത്തുമ്പോൾ ആ അഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹോമിച്ചതിന് ശേഷം പാത്രത്തിൽ ബാക്കി വരുന്നതാണ് യജ്ഞശിഷ്ടം. അത് ദൈവത്തിൻ്റെ പ്രസാദമായിട്ടാണ് ഭക്തന്മാർ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഭക്തിയോടെ, ഇത് ദൈവത്തിൻ്റെ പ്രസാദമാണ് എന്ന നിലയ്ക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ ഭക്ഷിക്കുന്ന നമ്മളുടെ, അല്ലെങ്കിൽ അത് കഴിക്കുന്ന നമ്മളുടെ മനസ്സ് ശുദ്ധമാക്കപ്പെടുന്നു എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ പ്രസാദം വാങ്ങി കഴിക്കുന്നത്. ഏതമ്പലത്തിലെ പ്രസാദമായാലും അങ്ങനെ തന്നെയാണ്. അവിടെ നമ്മുടെ ഭാവനയാണ്, നമ്മുടെ ചിന്തയാണ്, അങ്ങനെ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ പറയണ പോലെ നമ്മുടെ വിശ്വാസമാണത്. അതുകൊണ്ട് നമുക്ക് മനസ്സിന് ശുദ്ധി കിട്ടുന്നു. അപ്പോൾ ഈ യജ്ഞശിഷ്ടം ഇവിടെ അമൃതാണ്. അത് ഭുജിച്ചു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം തന്നെ പ്രാപിക്കാം എന്നാണ് പറയണത്. ഇനി അങ്ങനെ യജ്ഞം ചെയ്യാത്തവൻ, യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ യജ്ഞഭാവേനയല്ല. ഫലം ഇച്ഛിച്ചുകൊണ്ട് നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ ഈ ലോകത്ത് തന്നെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നെയാണോ അവർക്ക് മറ്റുള്ള ലോകം എന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാവരും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ലൗകികന്മാർ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അർജുനനോട് പറയാണ്, നീ ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞഭാവേന അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കർമ്മവാസനകൾ നമ്മിൽ നിന്ന് ഒടുങ്ങുള്ളൂ. ഞാൻ ഇപ്പം നേരത്തെ തന്ന പോലെ, ഹേ അർജുന, ഞാൻ നേരത്തെ വിവരിച്ച് തന്ന പോലെ നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ ആവുമ്പോൾ നിനക്ക് ആ യജ്ഞാവശിഷ്ടമായിട്ടുള്ള അമൃതം ഭുജിക്കാൻ അവസരം കിട്ടും. അവിടെ യജ്ഞാവശിഷ്ടമായിട്ടുള്ള യജ്ഞശിഷ്ടം എന്ന് പറയണത്, അല്ലെങ്കിൽ അമൃതം എന്ന് പറയണത് ഈ നമ്മൾ ചെയ്തിട്ടുള്ള ഈ യജ്ഞങ്ങളുടെ ഫലമാണ്. ഫലം ഇച്ഛിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നതെങ്കിലും ഫലമുണ്ടാവും. അതെന്താണ് ഫലം? നമ്മളെ തന്നെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവും ഒരു ആത്മസംയമനമാണ്, അല്ലെങ്കിൽ ആന്തര സമന്വയമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ധ്യാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ധ്യാനം ചെയ്യുമ്പോൾ അവർക്ക് ഏകാഗ്രത പെട്ടെന്ന് കിട്ടും. അപ്പോൾ ലക്ഷ്യപ്രാപ്തിയും എളുപ്പം തന്നെ ആയിരിക്കും. ഒരു ലൗകികനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ കർമ്മം ചെയ്യുന്നത് എന്തായാലും ഫലം ഇച്ഛിച്ചിട്ട് തന്നെയാണ്. അതിന് യാതൊരു
സംശയവുമില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ചിലപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയാണെങ്കിൽ ഒരു റാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന മാർക്ക് കിട്ടിയെങ്കിലല്ലേ ഇന്നത്തെ കാലത്ത് എക്സിസ്റ്റൻസ് ഉള്ളൂ അല്ലേ. അടുത്ത ഒരു കോഴ്സിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിലൊക്കെ ഇത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ല മാർക്ക് 99+ കിട്ടണം, എന്നാലേ കിട്ടുള്ളൂ ഒരു കോഴ്സിൽ നമുക്ക് ഉറപ്പായിട്ട് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കഠിനം, അപ്പോൾ IAS നേടുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ കഠിനമായിട്ടുള്ള പരിശ്രമം അവിടെ ആവശ്യമാണ്. അങ്ങനെ കഠിനമായിട്ടുള്ള പരിശ്രമം ആ കുട്ടി ചെയ്യുന്നു. എന്തിനാണ് ചെയ്യുന്നത്? ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടണം, ഇത് നേടണം, ഈ പ്രാവശ്യം ഞാൻ നേടും എന്ന് പറഞ്ഞിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. പക്ഷേ അത് സ്വാർത്ഥ താല്പര്യതയാണ്. എനിക്ക് കിട്ടണം എന്നുള്ള ഫലം ഇച്ഛിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്നവരെ ഈശ്വരനിൽ നിന്നൊക്കെ എത്രയോ അകലെയാണ്. അവർക്ക് സന്തോഷം ലഭിക്കും. നമ്മൾ സന്തോഷവും ആനന്ദവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക്, അതായത് നമ്മളെല്ലാവരും തന്നെ എന്ത് കർമ്മം കേട്ടോ, നേരത്തെ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഫലം കിട്ടണം എന്ന ചിന്തയോടുകൂടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു, നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. എനിക്ക് ഒരു റാങ്ക് കിട്ടി, അതിൽ ഞാൻ സന്തോഷിക്കുന്നതെന്നേ പറയുള്ളൂ. ഞാൻ പരമാനന്ദം നേടി അല്ലെങ്കിൽ എനിക്ക് ആനന്ദമായിട്ടോ എന്ന് പറയില്ല, എനിക്ക് നല്ല സന്തോഷമായിട്ടേ എന്ന് പറയും. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നേടിക്കഴിഞ്ഞാൽ അത് സന്തോഷമായി എന്നേ പറയാറുള്ളൂ, ആനന്ദം നേടിയെന്ന് പറയാറില്ല. അത് ഈ സന്തോഷം വളരെ കൂടുതലായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ നല്ല റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കർമ്മത്തിൻ്റെ കേട്ടോ, പഠിക്കുന്ന മാത്രമല്ല ഏത് കർമ്മത്തിൻ്റെ ആയാലും വളരെ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സന്തോഷം നമുക്ക് കൂടും. അങ്ങനെ സന്തോഷം, വളരെ സന്തോഷം ഉണ്ടാവുമ്പോഴും കുറച്ച് കഴിഞ്ഞാൽ എത്ര കാലത്തേക്ക് നിൽക്കും? ഒരാഴ്ച നിൽക്കുമായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ച നിൽക്കുമായിരിക്കും. അത് മെല്ലെ കെട്ടടങ്ങും. ആ സന്തോഷം പതിയെ പതിയെ ഇല്ലാണ്ടാവും. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ചൂടുള്ള വെള്ളം തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അപ്പുറത്തേക്ക് നീക്കി വെച്ചു, പിന്നെ അതിനെപ്പറ്റി നോക്കുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇളം ചൂടായിരിക്കും, അല്ലെങ്കിൽ മുഴുവനായിട്ടും തണുത്തിട്ടുണ്ടാവും. കുറച്ചും കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അതിലൊരു ചൂടും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആ സന്തോഷം കുറച്ച് നാൾ നീണ്ടു നിൽക്കും. വളരെ വലിയ സന്തോഷമായിരിക്കും, പക്ഷേ കുറച്ച് നാൾ നീണ്ടു നിൽക്കും. അതേപോലെ തന്നെ അവിടെ ഈയാമ്പാറ്റയുടെ ജന്മം എന്ന് പറഞ്ഞ മാതിരിയാണ്, അവരുടെ ജന്മം എന്ന് പറഞ്ഞ മാതിരിയാണ്, പെട്ടെന്ന് ഉണ്ടാവും. അതേപോലെ തന്നെ അതവിടെ അവസാനിക്കുകയും ചെയ്യും. അതേ സമയത്ത് നമ്മൾക്ക് ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് യജ്ഞഭാവേന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിന് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ആനന്ദം, പരമാനന്ദം തന്നെ നമ്മൾക്ക് പറയാം. അവിടെ നമ്മൾക്ക് ഒരു ഫലവും ഇച്ഛിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഈ ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ അത് സഹായിക്കുക. പൈസ കൊടുത്ത് സഹായിക്കണം എന്നൊന്നുമല്ല അർത്ഥം കേട്ടോ. നല്ലൊരു വാക്ക്, നല്ലൊരു നോട്ടം, അവരോടൊരു കരുണ, അങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ചെയ്യുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എന്തൊരു എളുപ്പമാണ്, ഒരാളെ ചിരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എല്ലാം അവരോട് ഒരു സിമ്പതി, അത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ദാനം ചെയ്തിട്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാം. അവർക്ക് സഹായം ആവശ്യമാണെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം, നേരത്തെ ഒന്നും കൂടെ പറയണു, പൈസ വൈസ് അല്ല, പൈസ മുഖേന ഉള്ള സഹായമല്ല, അല്ലാതെ ധാരാളം സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം നമ്മുടെ മനസ്സിനും എന്ത് തരുന്നു? അവരെ പറ്റി ആലോചിക്കുമ്പോൾ, അതായത് ഞാനിത് ചെയ്തു കൊടുത്തപ്പോൾ അവരുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം വിടർന്നു, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരാനന്ദം, നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരാനന്ദമാണ്. അത് നേരത്തെ ചൂടുവെള്ളം നടക്കുന്ന പോലെ പെട്ടെന്ന് തണുത്തു പോകുന്നില്ല, അതവിടെ തന്നെ നിൽക്കും. എന്താ കാരണം വെച്ചാൽ, ഞാനിവിടെയും നേരത്തെ പറഞ്ഞ ആളും കർമ്മം തന്നെ ചെയ്തത്, ഇവിടെ യോഗികളും കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് സ്വാർത്ഥ തൽപരതയാണ്, ഒന്ന് നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പം നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമാണ് എന്ത്? ഒരു പരമാനന്ദം നൽകുന്നത്.
അതിനും നമ്മൾക്ക് പറ്റുട്ടോ, ലൗകികന്മാർക്കും സാധിക്കും, യോഗികൾക്ക് മാത്രമല്ല. അതിനൊക്കെയാണ് നമ്മൾ ഈ വിഗ്രഹാരാധന, ഒരു വിഗ്രഹം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ നമ്മളുടെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുക നമ്മൾ. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ്. അങ്ങനെ എപ്പോഴും നമ്മൾക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കരുതുമ്പോൾ നമുക്ക് തന്നെ ഒരാശ്വാസം കിട്ടും. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യാനും എന്നെ തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ എനിക്ക് ആപത്ത് വരാതെ എന്നെ സംരക്ഷിച്ച് കൊണ്ടുപോകാനും എപ്പോഴും ആരുണ്ട്? എൻ്റെ വലത്തെ കയ്യിൽ എപ്പോഴും എൻ്റെ കൃഷ്ണനുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു മേലൊക്കെ രോമാഞ്ചം വരിക എന്ന് പറയില്ലേ, അതേപോലെ ഒരവസ്ഥയിൽ നമ്മൾ എത്തും. കാരണം നമുക്കൊന്നും പേടിക്കാനില്ല, എല്ലാം ഭഗവാനിലാണ്. നമ്മൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട് ഭഗവാൻ, എന്നെ സംരക്ഷിച്ചുകൊണ്ട്. ഞാൻ എപ്പോഴും പേരക്കുട്ടികളുടെയൊക്കെ കൈ പിടിച്ച് നടക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, കൃഷ്ണനെയാണ് കൈ പിടിച്ചിരിക്കുന്നതെന്ന്. അല്ല, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് അർത്ഥത്തിലെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ അനുഭവിച്ച് തുടങ്ങിയതാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് കിട്ടുന്ന അമൃതം, അതായത് അങ്ങനെ നിസ്വാർത്ഥമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കിട്ടുന്ന അമൃതത്തെ ഭുജിക്കുന്നവർക്ക് ബ്രഹ്മത്തെ പെട്ടെന്ന് പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അർജുന, നീ യജ്ഞഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞത് യജ്ഞം നമ്മൾ നേരത്തെ ലൗകികനായിട്ട്, അതായത് എനിക്ക് ജയിക്കണം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്ന് ചിന്തിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർ ഈ ലോകത്തെ ആർക്കും ഉപകാരമില്ലാതെ ജീവിക്കുന്നവരാണ്. എന്താണ്? സ്വാർത്ഥത മാത്രമാണ്. എല്ലാം എനിക്ക് നേടണം, എൻ്റെ വീട് നിലനിർത്താൻ, എൻ്റെ ബന്ധുക്കളെ നിലനിർത്താൻ, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവരൊക്കെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരിക്കലും ആത്മാർത്ഥതയില്ലല്ലോ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ. അപ്പോൾ ആത്മാഭിവൃദ്ധി ഒരിക്കലും ഉണ്ടാവില്ല, മനസ്സിന് ശാന്തി ഉണ്ടാവില്ല. അവർക്ക് ഈ ലോകം തന്നെ ഇല്ല, ഈ ലോകത്ത് തന്നെ അവർ ജീവിക്കുന്നില്ല. പിന്നെയാണോ അവർക്ക് അയജ്ഞൻ എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ ലോകം തന്നെ ഇല്ല, എന്നിട്ടല്ലേ മോക്ഷം കിട്ടുക എന്നുള്ളത് പരലോകമാണ്. അപ്പോൾ പിന്നെ ഈ ലോകത്ത് തന്നെ അവർ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് അർത്ഥം. പിന്നെ എന്തിനാണ് അവർ അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് അർജുന, നീ അവരെ പോലെ ആകാതെ ജീവിക്കൂ എന്നാണ് പറയുന്നത്. ഇനി 32ാമത്തെ ശ്ലോകം. ഏവം ബഹുവിധാ യജ്ഞാ വിദദാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. മലയാളം. ഒട്ടേറെ യജ്ഞകർമ്മങ്ങൾ തെറ്റാതോതുന്നു വേദവും, എല്ലാം കർമ്മപ്രധാനങ്ങൾ തെല്ലറിഞ്ഞാലതുത്തമം. ഏവം ബഹുവിധാഃ യജ്ഞാഃ ബ്രഹ്മണമുഖേ വിദദാഃ. ഇങ്ങനെയുള്ള പലവിധം യജ്ഞങ്ങളെ പറ്റിയിട്ട് വേദങ്ങളിൽ തന്നെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. താൻ സർവാൻ, അവയൊക്കെയും കർമ്മജാൻ വിദ്ധി, കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായതാണെന്ന് മനസ്സിലാക്കൂ. ഏവജ്ഞാത്വ, അങ്ങനെ അറിഞ്ഞ് അത് ആചരിക്കുകയാണെങ്കിൽ വിമോക്ഷ്യസേ, കർമ്മബന്ധത്തിൽ നിന്ന് നീ മുക്തനാകും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ യജ്ഞങ്ങളെല്ലാം മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേദങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള യജ്ഞങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരാളമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ മാർഗങ്ങളിലൂടെയൊക്കെ പോകണമെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു പ്രയത്നം, അതും പറഞ്ഞു കഴിഞ്ഞു, സ്വന്തമായിട്ടുള്ളൊരു പ്രയത്നം ആവശ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ കർമ്മം എന്താണ് എന്നത് ഇവിടെ അർജുനനെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം മാർഗങ്ങൾ മാത്രമാണ്, കർമ്മങ്ങളിൽ നിന്നാണ് നമ്മൾ ആഗ്രഹങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ട് കർമ്മം എപ്പോഴൊക്കെ നമ്മൾ കർമ്മം ചെയ്യുന്നോ അപ്പോഴൊക്കെ ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ ആഗ്രഹങ്ങളില്ലാത്ത ഒരു പരിപൂർണാവസ്ഥയുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. അപ്പം എൻ്റെ ലക്ഷ്യം ഈ യജ്ഞം ചെയ്യലാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏവജ്ഞാത്വ വിമോക്ഷ്യസേ, നേരത്തെ വിവരിച്ച പോലെ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് നീ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ. അതെല്ലാം നീ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നീ മുക്തനാവും.
അതായത് മുക്തനാവുന്ന ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തത്വം മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, അതെല്ലാം അനുഭവിക്കണം. ഈ പരമാനന്ദം നീ അനുഭവിക്കണം. അത് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ശരി അങ്ങനെ ചെയ്താൽ എനിക്ക് മുക്തി നേടാമെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ യജ്ഞഭാവത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മവാസനകൾ അവിടെ നമ്മുടെ അന്ധക്കരണമായിട്ട് ഒരു ചെറിയൊരു മറ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ യജ്ഞഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മറ ഉണ്ടാവുന്നില്ല. അവർക്ക് എളുപ്പത്തിൽ തന്നെ ഈ ബ്രഹ്മാനുഭവം പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതാണ് ഏറ്റവും ഈ യജ്ഞങ്ങൾ ഈ കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞ യജ്ഞങ്ങളെല്ലാം മാർഗങ്ങളാണ്. കർമ്മങ്ങളെല്ലാം യജ്ഞങ്ങളിലൂടെ യജ്ഞഭാവേന സമർപ്പണമായിട്ട് ചെയ്യൂ. അടുത്ത ശ്ലോകത്തിൽ യജ്ഞങ്ങളിൽ വെച്ചിട്ട് ഏതാണ് ശ്രേഷ്ഠം എന്ന് ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.